സന്തോഷമുണ്ട്. ഞാനിവിടെ ഒരു കോവിഡ് സമയത്ത് തൊടുപുഴയിൽ ഒരു മാസത്തോളം ഞാൻ തൊടുപുഴയിലുണ്ടായിരുന്നു. ഞാൻ കൃഷ്ണൻകുട്ടി എന്ന് ഇറങ്ങിയ സിനിമ ചെയ്ത സമയത്ത് ശരിക്കൊരു ഉഗ്രം കൈയടി തരൂ എല്ലാവരും ചേർന്ന്. എടുക്കുന്ന ഒരു തിരക്കിലൊക്കെ ആയിരിക്കാം. പ്രത്യേകിച്ചും ഇവിടെ ഒരുപാട് പുരുഷന്മാരെ കാണാൻ സാധിക്കുന്നുണ്ട്. പുരുഷന്മാരുടെ ഒരു സങ്കല്പത്തിനൊക്കെ ഒരു വ്യത്യസ്തത വരുത്തിക്കൊണ്ട് തന്നെയാണ് UK-യുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങുകളൊക്കെ നമ്മൾ നിർവഹിച്ചത്. സാനിയ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും സംസാരിക്കണ്ടേ? അപ്പൊ എല്ലാവരും കേൾക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എന്തായാലും നിങ്ങളെയൊക്കെ കണ്ട് നിങ്ങൾക്കൊപ്പം ഒരു ഉഗ്രൻ സെൽഫി ഫോട്ടോ വീഡിയോ ഒക്കെ പകർത്തിയതിനു ശേഷമേ സാനിയ അയ്യപ്പൻ ഇവിടുന്ന് പോകത്തുള്ളൂ. വെയിറ്റ്, സോറി. അപ്പൊ എന്തായാലും ഈ വലിയ സന്തോഷത്തിന്റെ ഭാഗമായി നമ്മുടെ ചെയർമാൻ മറ്റു പ്രിയപ്പെട്ടവരൊക്കെ ഇവിടെ എത്തിച്ചേർന്നു. ഭയങ്കര സന്തോഷമുണ്ട്. ഞാനിവിടെ ഒരു കോവിഡ് സമയത്ത് തൊടുപുഴയിൽ ഒരു മാസത്തോളം ഞാൻ തൊടുപുഴയിലുണ്ടായിരുന്നു. ഞാൻ കൃഷ്ണൻകുട്ടി എന്ന് ഇറങ്ങിയ സിനിമ ചെയ്ത സമയത്ത്. അപ്പൊ അതിനുശേഷം ഇവിടെ വീണ്ടും തിരിച്ചു വരാൻ പറ്റി. അതിന് UK-ന്റെ എല്ലാ പ്രവർത്തകരോടും ഒരുപാട് നന്ദി പറയാണ് എന്നെ ഇനോഗ്രേഷന് വിളിച്ചതിന്. പക്ഷെ എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഇത്രയും ഈ ക്രൗഡ് കാണുന്നത് എന്നെ കാണാനാണോ അല്ലെങ്കിൽ ഹാർലി ഡേവിഡ്സിന് വേണ്ടിയിട്ടാണോ? എനിക്കറിയാം, ഇത് ഹാർലി ഡേവിഡ്സിന് വേണ്ടിയിട്ടുള്ള തിരക്കാണ്. ഏറ്റവും വലിയൊരു ഇതായിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. തൊടുപുഴയിൽ അങ്ങനെ മെൻസിന് വേണ്ടിയിട്ട് ഡിസൈനറായിട്ട് ചെയ്യുന്ന അധികം സ്ഥലങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും കല്യാണം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്ത് നല്ല പരിപാടികൾക്കും വന്ന് ഡിസൈൻ ചെയ്യാനുള്ള ഒരു ഇതാണ് അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് കുറേ റെയർ റാബിറ്റ് പോലെയുള്ള ഇൻ്റർനാഷണൽ ബ്രാൻഡ്സും അതിൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ കണ്ടു. പിന്നെ ജെൻസിക്ക് പറ്റിയിട്ടുള്ള കുറേ കാർഗോ പാൻസ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും പോയി നോക്കി. ഇവിടെ നിൽക്കുന്ന എല്ലാം എനിക്ക് ആൺകുട്ടികൾ മാത്രമേ കാണുന്നുള്ളൂ. അപ്പം എല്ലാവരും പോയി നോക്കുക, ഷോപ്പ് ചെയ്യുക. താങ്ക് യു. ഏത് പാട്ടാണ്? സാനിയുടെ കൂടെ നിങ്ങൾ കൂടെ ഡാൻസ് ചെയ്യൂലേ? ആക്ച്വലി വരുന്നപ്പോൾ പറഞ്ഞത് എനിക്ക് വയ്യ, അപ്പം ഞാൻ ഡാൻസ് ചെയ്യില്ലാന്ന്. പക്ഷെ ഇത്രയും നിങ്ങളുടെ ഈ ക്രൗഡിൻ്റെ ഇത് കണ്ടിട്ട് മാത്രമാണ് ഞാൻ ഡാൻസ് ചെയ്യാൻ സമ്മതിച്ചത്. ഞാൻ ചെറിയ 2-3 സ്റ്റെപ്പ് വെക്കുന്നുള്ളൂ. അത് മതി, നമുക്ക് അത്രയും മാത്രം മതി. ഞങ്ങളുടെ ഒരു ഇഷ്ടം, തൊടുപുഴയിൽ വന്നിട്ടുള്ള ഞങ്ങളുടെ ഒരു സ്നേഹം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരു ചെറിയ പാട്ടിൻ്റെ ഓപ്ഷൻ ഞങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ജവാനിലെ പാട്ടാണ് ഞങ്ങളൊന്ന് പ്രിഫർ ചെയ്തിട്ടുണ്ട്. സാനിയ നമ്മോട് സംസാരിച്ചു, ഉഗ്രൻ ഡാൻസ് ഒക്കെ സമ്മാനിച്ചു. അപ്പൊ ആ ഒരു തൊടുപുഴയുടെ സ്നേഹവും ഇഷ്ടവും നിറഞ്ഞൊരു വലിയ കൈയടി എല്ലാവരും